തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ എൻ്റെ സഭയെ പണിയും. മത്തായി 16:18. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:47. ഈ വാക്യങ്ങളിലൊക്കെ പറയുന്ന സഭ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയല്ല എന്നും യഹൂദ സഭയാണെന്നുമാണ് ഗേറ്റ് മിനിസ്ട്രി പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ലെയും പൗലോസിന്റെ മാനസാന്തരത്തിന് മുൻപുള്ള സഭകൾ ക്രിസ്തീയ സഭയല്ല എന്ന ഗേറ്റ് മിനിസ്ട്രിയുടെ ദുരുപദേശത്തെ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ് PM എബ്രഹാം ഈ വീഡിയോയിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. മത്തായി സുവിശേഷം 16:18. ഇവിടെ കർത്താവ് പറഞ്ഞത് ഏത് സഭ പണിയുന്ന കാര്യമാണ്? യഹൂദ സഭ പണിയുന്ന കാര്യമാണോ, അതോ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പണിയുടെ കാര്യമാണോ? പ്രവൃത്തി 2:47 അവിടെ വായിക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. ഇവിടെ പറയുന്നത് ഏത് സഭയോട് ചേർക്കുന്ന കാര്യമാണ്? യഹൂദ സഭയോട് ചേർക്കുന്ന കാര്യമാണോ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർക്കുന്ന കാര്യമാണോ? യഹൂദ സഭയോടെ ചേർക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഗേറ്റ് ചർച്ചുകാരെ പഠിപ്പിക്കുന്നത്. പൗലൂസിന്റെ മാനസാന്തരത്തിന് മുൻപ് തന്നെ പല സഭകളും നിലവിലുണ്ടായിരുന്നു എന്ന് നമ്മൾ പ്രവൃത്തി ദിവസത്തിൽ വായിക്കുന്നുണ്ട്. ആ സഭകളെയാണ് പൗലൂസ് അല്ലെങ്കിൽ ശൗൽ ഉപദ്രവിച്ചത് എന്നും നമ്മൾ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. പ്രവൃത്തി ദിവസം 4:36 വാക്യത്തിലും 9:31 വാക്യത്തിലും 11:23 റോമർ 16:7 വാക്യമൊക്കെ ആ കാര്യം വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് പൗലോസിലൂടെ അല്ല പുതിയ നിയമസഭയെ ആരംഭിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ പൗലോസിന്റെ രക്ഷയ്ക്ക് മുൻപ് തന്നെ കാണുന്ന ഈ സഭകളെല്ലാം യഹൂദ സഭയായിരുന്നു എന്നാണ് ഈ ഗേറ്റ് ചർച്ചിന്റെ വക്താക്കൾ പഠിപ്പിക്കുന്നത്. ഇന്ന് നാം പരിശോധിക്കുന്നത് പൗലോസ് മാനസാന്തരപ്പെടുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ സഭകളൊക്കെ യഹൂദ സഭകളായിരുന്നോ അതോ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. ഗേറ്റുകാർ പറയുന്ന പോലെ ഈ കണ്ണടച്ച് ഒരു പ്രസ്താവന പറയുകയല്ല. ബൈബിൾ വാക്യങ്ങൾ അടിസ്ഥാനത്തിൽ, തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ നമ്മളെ ഇന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഗേറ്റുകാർ എന്ത് പറയുന്നു എന്നൊന്നും നാം ശ്രദ്ധിക്കേണ്ട, തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ള കാര്യം നാം ശ്രദ്ധിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒന്നാമതായി, ഈ സഭകൾ യഹൂദ സഭകളായിരുന്നു എന്ന് ഗേറ്റുകാർ പറയാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ശ്രോതാക്കൾ അറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു കാരണം അവർക്കുണ്ട്. അവർ പറയുന്നത് പൗലോസിലൂടെയാണ് സഭ ആരംഭിച്ചതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ പറയുമ്പോൾ പല സഭകളും പൗലോസിന്റെ മാനസാന്തരത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അവിടെയെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളിൽ കാണുന്ന സഭകൾ അവർ പറയും ഇതൊക്കെ യഹൂദ സഭകളായിരുന്നു, പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന ആ സഭകളെല്ലാം യഹൂദ സഭകളായിരുന്നു എന്ന് അവരെന്ത് ചെയ്യുക, ആ നിലയിൽ ഒരു പ്രസ്താവന ഇറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഗേറ്റുകാരോടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം റോമാലേഖനം 16 വാക്യത്തെ സംബന്ധിച്ച് ഉള്ളതാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്ത്രയോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ആകുന്നു. ഇവിടെ റോമിൽ ഉണ്ടായിരുന്ന ഈ സഭ യഹൂദ സഭയായിരുന്നോ അതോ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഭാഗമായ ഒരു പ്രാദേശിക സഭ, റോമിൽ ഉണ്ടായിരുന്ന ഒരു പ്രാദേശിക സഭയാണോ എന്നുള്ളത് സ്നേഹിതന്മാർ വ്യക്തമാക്കണം. പൗലോസ് ഇവിടെ പറയുന്ന അന്ത്രോനിക്കോസും അതുപോലെ യൂനിയാവും അവർ യഹൂദ സഭയിലുള്ളവരായിരുന്നോ അതോ ക്രിസ്തീയ സഭയിൽ ഉള്ളവർ ആയിരുന്നോ എന്നുള്ളത് ഈ ഗേറ്റ് വക്താക്കൾ വ്യക്തമാക്കണം. റോമിലെ സഭ ഏതായാലും യഹൂദ സഭയാണെന്ന് ഗേറ്റുകാർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോമർ മുതൽ ഫിലമോൻ വരെയുള്ള 13 ലേഖനങ്ങൾ മാത്രമാണ് ഗേറ്റുകാരുടെ ബൈബിൾ എന്ന് ഒരു നിലയിൽ പറയാം.
അത് മാത്രമേ അവരെ വായിക്കുകയുള്ളൂ. അതുമാത്രമാണ് സഭയ്ക്ക് ഉള്ള ലേഖനങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. സുവിശേഷങ്ങളും യാക്കൂബും എബ്രായ ലേഖനവും പത്രോസിന്റെ ലേഖനങ്ങളും അതുപോലെ യോഹന്നാന്റെ ലേഖനങ്ങളും ഒക്കെ ഗേറ്റുകാർക്ക് ഔട്ടാണ്. അവയൊക്കെ യഹൂദന്മാർക്ക് വേണ്ടിയുള്ളതാണ്, യഹൂദ സഭയ്ക്കുള്ളതാണ് എന്നാണ് ഈ ഗേറ്റിന്റെ വക്താക്കൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ സഭയ്ക്കുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് 13 ലേഖനങ്ങൾ മാത്രമാണ്, റോമർ മുതൽ ഫിലിമോൻ വരെ. സുവിശേഷങ്ങൾ 4 ഗേറ്റുകാർക്ക് പഴയ നിയമത്തിന്റെ ഭാഗമാണ്. 4 സുവിശേഷങ്ങളിൽ യേശു ഗേറ്റുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുവിശേഷങ്ങൾ വായിക്കുകയോ അതിൽ നിന്നും പ്രസംഗിക്കുകയോ ഒന്നും വേണ്ട. പ്രത്യേകിച്ച് പഴയ നിയമം തൊട്ടുപോലും നോക്കണ്ട, അതിൽ നിന്നും പ്രസംഗിക്കാനേ പാടില്ല എന്നാണ് ഗേറ്റ് ചർച്ചുകാരെ, പ്രത്യേകിച്ച് മിഡാക്സ് ഡിസ്പെൻസേഷൻസ് പഠിപ്പിക്കുന്നത്. യേശുവിന്റെ ശുശ്രൂഷ മുഴുവനും യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇനിയും നമുക്ക് വിഷയത്തിലേക്ക് വരാം. റോമിലെ ഈ സഭ, അതായത് 16:7 നമ്മൾ വായിച്ച ഈ സഭ ക്രിസ്തീയ സഭയാണ് എന്നുള്ളത് ഈ ഗേറ്റുകാർ സമ്മതിക്കും തീർച്ചയായും. അങ്ങനെയെങ്കിൽ റോമർ 16:7 പറഞ്ഞിട്ടുള്ള ഈ അന്ത്രോനിക്കോസും യൂനിയാവും യഹൂദ സഭയിലുള്ളവരായിരുന്നോ അതോ റോമിലെ സഭയിലുള്ളവരായിരുന്നോ? ഇവർ ക്രിസ്തു വിശ്വാസികളായിരുന്നോ അതോ യഹൂദ വിശ്വാസികളായിരുന്നോ എന്നുള്ളത് ഗേറ്റ് വക്താക്കൾ വ്യക്തമാക്കണം. മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇവരെക്കുറിച്ച്, ഈ രണ്ടുപേരെ കുറിച്ച്, അന്ത്രോനിക്കോസിനെ യോനിയാനെ കുറിച്ച് വായിക്കുന്നത് അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പൗലോസാ പറഞ്ഞത്. അത് തന്നെയല്ല, തനിക്ക് മുൻപേ അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ് എന്നുള്ള കാര്യവും പൗലോസ് പറയുമ്പോൾ തീർച്ചയായും ഒരു സാമാന്യ ബോധമുള്ള ആൾക്ക് മനസ്സിലാകും പൗലോസിന് മുൻപ് തന്നെ സഭകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ സഭകളിലെ 2 വ്യക്തികളായിരുന്നു, അംഗങ്ങളായിരുന്നു ഈ അന്ത്രോനിക്കോസും യൂനിയാവും എന്ന്. അപ്പൊ പൗലോസിന്റെ മാനസാന്തരത്തിന് മുൻപ് തന്നെ സഭകൾ ഉണ്ടായിരുന്നു, ക്രിസ്തു സഭകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അന്ത്രോനിക്കോസും യൂനിയാവും പൗലോസിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരുന്നു എന്നുള്ളത് പൗലോസ് രേഖപ്പെടുത്തിയപ്പോൾ തീർച്ചയായും പൗലോസിന് മുൻപ് തന്നെ, പൗലോസ് മാനസാന്തരപ്പെടുന്നതിന്, താൻ ഒരു ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപ് തന്നെ പല സഭകൾ, ക്രിസ്തീയ സഭകൾ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതായത് പൗലോസിന്റെ മറവിൽ നിന്ന് പറയുന്നൊന്നുമല്ല. അപ്പൊ അന്ത്രോനിക്കോസും യൂനിയാവും റോമിലെ ക്രിസ്തീയ സഭകളിലെ വിശ്വാസികളാണ്. അവർ പൗലോസിന് മുൻപേ, പൗലോസ് പറയുന്നത് അവർ എനിക്ക് മുൻപേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ് എന്നുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വ്യക്തമാക്കാം, ഒരൊറ്റ വാക്യത്തിൽ നിന്ന് തന്നെ പൗലോസിന് മുൻപേ സഭ ഉണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുണ്ടായിരുന്നു. പ്രവർത്തന പുസ്തകത്തിൽ കാണുന്ന ആ പൗലോസിന്റെ മാനസാന്തരത്തിന് മുമ്പ് കാണുന്ന സഭകളൊന്നും ഈ യഹൂദ സഭകളല്ലായിരുന്നു, അത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിരുന്നു എന്നുള്ളതിന് ഇനി മറ്റ് എന്ത് തെളിവാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടത്? ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ ഈ ഏതൊരു വ്യക്തിക്കും ബാധ്യതയുണ്ട്. ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവരെ ഈ ചോദ്യമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങളാണ് അവരെ പലപ്പോഴും കമന്റ് ബോക്സിൽ ഇടാറുള്ളത്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പയറ് അഞ്ഞാഴിയാണ്. വാസ്തവം ഇതാണെങ്കിൽ പൗലോസിലൂടെയാണ് സഭയുടെ ആരംഭം എന്നുള്ള ആ ഗേറ്റ് ഉപദേശം എത്ര വലിയ അബദ്ധമാണ്. സഭയുടെ ആരംഭം പെന്തക്കോസ്ത് നാളിൽ തന്നെയാണ്. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ആ സഭ യഹൂദ സഭയല്ല, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പൗലോസിന്റെ സഹപ്രവർത്തനായിരുന്ന ബർന്നബാസിനോട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. പൗലോസിന് മുൻപുള്ള സഭകൾ യഹൂദ സഭകളല്ല, ക്രിസ്തുവിന്റെ ശരീരമായ സഭ ആയിരുന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവാണ് ഇനി നമ്മളെ ബർന്നബാസിന്റെ ജീവിതത്തോടും ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കുപ്രോസ് ദ്വീപിൽ നിന്നുള്ള ഒരു യഹൂദനായിരുന്നു, ലേവ്യനായിരുന്നു ഈ ബർന്നബാസ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗത്തിലൂടെ ആയിരിക്കണം ഈ ബർന്നബാസ് ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുപ്രോസുകാരും അന്ന് പെന്തക്കോസ്ത് പെരുന്നാളിന് വന്നതായിട്ട് നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നമ്മളെ കാണുന്നുണ്ട്.
ഗേറ്റുകാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് പെന്തക്കോസ്ത് നാളിൽ രൂപപ്പെട്ട സഭ യഹൂദ സഭയാണ്, ക്രിസ്തീയ സഭ അല്ല, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയല്ല. അവരുടെ പഠിപ്പിക്കൽ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ബർന്നബാസ് യെരുശലേമിലെ യഹൂദ സഭയുടെ അംഗമാണല്ലോ. അവരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് തൽക്കാലം ഞങ്ങൾ അത് സമ്മതിക്കുകയാണ്. എന്നാൽ ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഗേറ്റുകാർ വ്യക്തമായ മറുപടി നൽകേണ്ടത് ആവശ്യമാണ്. അവരെ ഉത്തരം പറയും എന്നതിന് ഒരു സാധ്യതയുമില്ല. കാരണം ഗേറ്റ് ദുരുപദേശങ്ങൾക്കെതിരെ വരുന്ന ചോദ്യങ്ങൾക്കൊന്നും ഞങ്ങൾ മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് അവരുടെ വക്താക്കളെ അവരുടെ പല മീറ്റിങ്ങുകളിലും പ്രസ്താവിച്ചതായിട്ട് ഞാൻ അറിഞ്ഞതും, അതുപോലെ കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും കമൻ്റ് ഇട്ടതും ഒക്കെ അങ്ങനെയാണ്. നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അവരുടെ ഉപദേശത്തിനെതിരായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കുവാൻ അവരെ ബാധ്യസ്ഥരല്ലത്ര. അപ്പോസ്തല പ്രവൃത്തി 13 പൗലോസിന്റെ മിഷണറി യാത്രകൾ ആരംഭിക്കുന്നത്. ആ യാത്രയിലെ ഇക്കോന്യ, അതുപോലെ ലുസ്ര, ദർബ, പംഫുല്യ അല്ലെങ്കിൽ ഗലാത്യ ദേശങ്ങൾ, അതുപോലെ പെർഗ, ഈ ദേശങ്ങളിലെല്ലാം പൗലോസും ബർന്നബാസും ഒക്കെ സുവിശേഷം അറിയിച്ച് സഭകൾ സ്ഥാപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഗേറ്റുകാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് പൗലോസിന്റെ മാനസാന്തരത്തോടെയാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചത്, അല്ലെങ്കിൽ പുതിയ നിയമസഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആരംഭിച്ചത്. അവരുടെ പഠിപ്പിക്കൽ എങ്ങനെയാണ്? അതുതന്നെയല്ല, അതിനു മുൻപുള്ള സഭകളെല്ലാം ഗേറ്റുകാർക്ക് യഹൂദ സഭകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൗലൂസിനെയും ബർന്നബാസിനെയും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഗേറ്റ് ഉപദേശപ്രകാരം ബർന്നബാസ് യഹൂദ സഭയുടെ അംഗമാണ്, താൻ യെരുശലേം സഭക്കാരനാണ്. പൗലൂസ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗവുമാണ്. എന്നാൽ ബർന്നബാസ് യഹൂദ സഭയുടെ അംഗവുമാണ്. കാരണം ബർന്നബാസ് രക്ഷിക്കപ്പെട്ടത് പൗലൂസിന് മുൻപാണല്ലോ. ബർന്നബാസ് ഗേറ്റുകാർക്ക് യഹൂദ സഭക്കാരനും പൗലൂസ് ഗേറ്റുകാർക്ക് ക്രിസ്തീയ സഭക്കാരനുമാണ്. ഇനി മറ്റൊരു വൈരുദ്ധ്യം കൂടെ ഇവർ തമ്മിലുണ്ട്. ഇവരുടെ സുവിശേഷം രണ്ടും രണ്ടാ. ബർന്നബാസിന്റെ സുവിശേഷം വേറെ, പൗലൂസിന്റെ സുവിശേഷം വേറെ. നമ്മൾ പറയുന്നതല്ല, ഗേറ്റുകാർ പറയുന്നതനുസരിച്ച്. ബർന്നബാസിന്റെ സുവിശേഷം പ്രവൃത്തിയാലുള്ള രക്ഷയാണ്, പൗലൂസിന്റെ സുവിശേഷം കൃപയാലുള്ള സുവിശേഷമാണ്. അപ്പൊ പ്രവൃത്തിയാലുള്ള സുവിശേഷത്തിലൂടെ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ബർന്നബാസ്. ന്യായപ്രമാണം അനുസരിച്ചാൽ രക്ഷ ലഭിക്കുന്നു എന്നുള്ളതാണ് യഹൂദ സഭയുടെ ഉപദേശം. അതാണ് പത്രോസും യേശുവും ഒക്കെ പ്രസംഗിച്ചതെന്നാണ് ഈ ഗേറ്റ് ചർച്ചുകാരെ പഠിപ്പിക്കുന്നത്. ഇനി പൗലൂസിന്റെ സുവിശേഷം എന്താണെന്ന് നോക്കാം. പൗലൂസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് കൃപയാലുള്ള സുവിശേഷമാണ്. ബർന്നബാസ് ന്യായപ്രമാണത്തിന് കീഴിൽ ഉള്ളവനാണെങ്കിൽ പൗലൂസ് കൃപയുടെ കീഴിൽ ഉള്ളവനാണ്. ഇത് വേദവസം പഠിപ്പിക്കുന്നതല്ല, ഗേറ്റുകാരെ പഠിപ്പിക്കുന്ന ഉപദേശമാണ്. ഇനിയും ഈ പൗലൂസും ബർന്നബാസും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം നോക്കാം. ഈ ബർന്നബാസ് 12 അപ്പോസ്തലന്മാരുടെ ഭാഗമാണ്, പത്രോസ് ഉൾപ്പെടെയുള്ള 12 അപ്പോസ്തലന്മാരുടെ ഭാഗം. പൗലൂസോ കൃപയുടെ അപ്പോസ്തലനുമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലുസ്രയിലെ അല്ലെങ്കിൽ ലുസ്ര, അവിടെ ഒരു വലിയൊരു മാജിക്ക് നടന്നു. ആ മാജിക്ക് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മളവിടെ വായിക്കുന്നത്, യഹൂദ സഭക്കാരനായ ബർന്നബാസ് പൗലൂസിനോട് കൂടെ, അല്ലെങ്കിൽ പൗലൂസിനെ പോലെ താനും ഒരു അപ്പോസ്തലനാണ് എന്ന് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നതാണ്, ദൈവാത്മാവ് പറയുന്നതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. പ്രവൃത്തി പുസ്തകം 14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞു. 15 വാക്യം, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പൊ ഇവിടെ ബർന്നബാസിന്റെയും പൗലൂസിന്റെയും ശുശ്രൂഷ ലുസ്രയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ദൈവാത്മാവ് പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബർന്നബാസ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബർന്നബാസ് ഈ ഗേറ്റുകാരെ സംബന്ധിച്ച് യഹൂദ സഭയുടെ ഭാഗവും പൗലൂസ് ക്രിസ്തീയ സഭയുടെ ഭാഗവും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗവുമാണ്. യഹൂദ സഭക്കാരനായ ബർന്നബാസിനെ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവാത്മാവ് അല്ലെങ്കിൽ ലൂക്കോസ് പറയുകയാണ്, താൻ അപ്പോസ്തലനാണ് എന്ന് പറയുന്നു. രസകരമായ മറ്റൊരു കാര്യം കൂടെ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്, പൗലോസിനോടുകൂടെ ഈ ബർന്നബാസ് പ്രസംഗിക്കുന്ന സുവിശേഷം ജാതികൾ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അവർ തിരിയണം എന്നുള്ളതാണ്. ഇത്
ഈ മാനസാന്തര സുവിശേഷം എന്ന് പറയുന്നത് മാനസാന്തരം യഹൂദിന് മാത്രമുള്ളതാണ് പറയുന്നത്. പക്ഷെ യഹൂദ സഭക്കാരൻ എന്ന് ഗേറ്റുകാർ പറയുന്ന ഈ ബർന്നബാസാണ് ഈ മാനസാന്തര സുവിശേഷം പ്രസംഗിക്കുന്നത്. ഈ ലുസ്രയിലെ മാജിക്ക് പോലെ മറ്റൊരു മാജിക്ക് ഈ അന്ത്യോക്യയിലും നടക്കുകയുണ്ടായി, അല്ലെങ്കിൽ അന്ത്യോക്യ സഭയിലും നടക്കുകയുണ്ടായി. ഈ അന്ത്യോക്യ സഭ ഗേറ്റുകാർക്ക് യഹൂദ സഭയാണല്ലോ. പൗലോസിന് മുമ്പുള്ള എല്ലാ സഭകളും യഹൂദ സഭകളായിരുന്നല്ലോ ഗേറ്റുകാർക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പൗലോസിലൂടെയാണ് സഭയുടെ ആരംഭം എന്നുള്ള തിരുവെഴുത്തിന്റെ പഠിപ്പിക്കൽ അവർ വിശ്വസിക്കുന്നേ ഇല്ല. അവർ പറയുന്നത് പൗലോസ് ഉപദ്രവിച്ച സഭകളൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ യഹൂദ സഭയായിരുന്നു എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗേറ്റുകാർ പറയുന്ന ഈ ജാതീയ സഭകൾക്ക് മൂപ്പന്മാരെ നിയമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇടയന്മാരെ അല്ലെങ്കിൽ പാസ്റ്റർമാരെ നിയമിക്കാൻ വേണ്ടി പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്? യഹൂദ സഭക്കാരനായ ബർന്നബാസ്. 14 പ്രവർത്തന പുസ്തകം 14:23 വായിക്കാം. അവർ സഭ തോറും, ആരെ? ബർന്നബാസും പൗലോസും, അവർ സഭ തോറും മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അപ്പം യഹൂദ സഭക്കാരനായ ബർന്നബാസ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭകളിൽ മൂപ്പന്മാരെ നിയമിക്കുക. എന്തൊരു മാജിക്കായത്! ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹൂദ സഭക്കാരനായ ബർന്നബാസും ക്രിസ്തീയ സഭക്കാരനായ പൗലോസും മിഷണറി യാത്ര കഴിഞ്ഞ് ഏത് സഭയിലേക്കാണ് മടങ്ങിപ്പോയത്? ഇത് ഗേറ്റുകാരുടെ ഉപദേശകന്മാരൊന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ അണികളെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉപദേശകന്മാരോട് ചോദിക്കണം. ഈ ബർന്നബാസ് യഹൂദ സഭക്കാരനാ, ഞങ്ങൾക്കല്ല, ബൈബിളിനല്ല, ഗേറ്റുകാർക്ക്. പൗലോസ് ജാതീയ സഭ, അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. പ്രവർത്തന പുസ്തകം 14:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ഈ ബന്ധത്തിൽ വായിക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ പരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. 27 വാക്യം: അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്നു ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. 28 വാക്യം: പിന്നെ അവൻ ശിഷ്യന്മാരുടെ കൂടെ കുറെ കാലം അവിടെ പാർത്തു. ഇത് പൗലോസും ബർന്നബാസും മിഷണറി യാത്ര കഴിഞ്ഞ് അന്ത്യോക്യയിലേക്ക് വന്ന ആ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അന്ത്യോക്യ സഭ യഹൂദ സഭയാണെന്നാണ് ഗേറ്റുകാർ പഠിപ്പിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസ് മിഷണറി യാത്രയിൽ ക്രിസ്തീയ സഭകൾ സ്ഥാപിച്ച ശേഷം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിട്ടുള്ള ഈ ക്രിസ്തീയ സഭകൾ സ്ഥാപിച്ച ശേഷം അന്ത്യോക്യയിലേക്ക് പോയത് തന്നെ തെറ്റല്ലേ? കാരണം അന്ത്യോക്യ സഭ യഹൂദ സഭയല്ലേ? അതോ യഹൂദ സഭ ആയ അന്ത്യോക്യ സഭ ഈ കാലഘട്ടം കൊണ്ട്, പൗലോസ് അവിടെ ഇല്ലാതിരുന്ന, ബർന്നബാസും ഇല്ലാതിരുന്ന ഈ കാലം കൊണ്ട് ഒരു മാജിക്ക് സംഭവിച്ച് അവരെ ഒരു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി കൺവേർട്ട് ചെയ്തു. അപ്പൊ യഹൂദ സഭയായിരുന്ന അന്ത്യോക്യ സഭ പൗലോസും ബർന്നബാസും മിഷണറി യാത്ര കഴിഞ്ഞ് എന്ത് ചെയ്തു? അവർ മടങ്ങി ചെന്നപ്പോൾ അവിടെ ചെന്നാണ് ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം പ്രസ്താവിച്ചത്. അപ്പൊ ഇതിൽ നിന്നും എത്ര വ്യക്തമാണ് പൗലോസിന് മുൻപുണ്ടായിരുന്ന സഭകൾ, വിശേഷിച്ചും ഈ അന്ത്യോക്യയിലെ സഭ പോലും, അതെല്ലാം, ആ സഭകളെല്ലാം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിരുന്ന സഭയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവവചനം വളരെ വ്യക്തമായി ഈ സത്യം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തിന് ശുദ്ധാത്മാക്കളായ ആൾക്കാരെ, തിരുവെഴുത്തറിയാത്ത ആൾക്കാരെ തെറ്റിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള അബദ്ധ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു? അല്ലെങ്കിൽ പറയണം, ഈ പൗലൂസിന് ശേഷം എന്ത് ചെയ്യുക? പൗലൂസ് ഒന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതിൻ്റെ അതിനിടയിൽ എന്ത് ചെയ്തു? ഈ അന്ത്യോക്യയിലെ യഹൂദ സഭ എന്ത് ചെയ്യണം? ഒരു ക്രിസ്തീയ സഭയായി, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു എന്ന് പറയണം. വേദപുസ്തകത്തിലുള്ള ആത്മീയ സത്യങ്ങളെ, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ആത്മീയ സത്യങ്ങളെ വളച്ചൊടിച്ച് ശുദ്ധന്മാരായ, തിരുവെഴുത്തുകളിൽ വേണ്ടത്ര പരിചയമില്ലാത്ത വ്യക്തികളെ വഴിതെറ്റിക്കുന്ന ഈ ഗേറ്റുകാരുടെ തെറ്റായ മറ്റൊരു ഉപദേശവുമായിട്ട്, ആ ഉപദേശത്തിന്റെ വിശകലനവുമായി, നിരൂപണവുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.